ഇന്ത്യ പാക് അതിർത്തിയിൽ വീണ്ടും യുദ്ധകാഹളം മുഴങ്ങുകയാണ്. അതിർത്തിയിൽ സ്ഥിതിഗതികൾ ഇപ്പോൾ ശരിക്കും സംഘർഷഭരിതമായിരിക്കുകയാണ്. രാജസ്ഥാനിലെ ഇന്ത്യ പാക് അതിർത്തിയിൽ ഇന്ത്യൻ വ്യോമസേന ഒരു മെഗാ എയർഫോഴ്സ് ഡ്രില്ലിന് തയ്യാറെടുക്കുന്നു എന്ന സുപ്രധാന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഈ നീക്കത്തോടെ പാകിസ്ഥാനിലൊരു അസ്വസ്ഥത വ്യാപിച്ചിരിക്കുകയാണ്. വെറും ഒരു മിലിറ്ററി എക്സസൈസ് മാത്രമാണോ ഇത്, അതോ പാകിസ്ഥാനുള്ള ശക്തമായൊരു വാർണിംഗ് ആണോ? ഇതിനെക്കുറിച്ച് പാക് പ്രസിഡന്റ് ആസിഫ് അലി സർദാരിക്ക് പറയാനുള്ളത് എന്താണ് പരിശോധിക്കാം. ഇന്ത്യ ഇപ്പോൾ ഒരു നോ ടൈം ഇഷ്യൂ ചെയ്തിരിക്കുകയാണ്. എന്താണ് ഈ നോ ടൈം എന്ന് ചോദിച്ചാൽ നോട്ടീസ് ടു എയർമെൻ എന്നാണ് ഇതിന്റെ അർത്ഥം. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു നിശ്ചിത സമയത്തേക്ക് ഒരു പ്രത്യേക ഭാഗത്തെ ആകാശസീമയിൽ സിവിൽ വിമാനങ്ങൾ പറക്കരുത് എന്ന് നൽകുന്ന മുന്നറിയിപ്പാണിത്. മാർച്ച് 5 മുതൽ 12 വരെ രാജസ്ഥാൻ അതിർത്തിക്ക് അടുത്തുള്ള ആകാശത്ത് ഇത്തരമൊരു റിസ്ട്രിക്ഷൻ ഇന്ത്യ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ വ്യോമസേനയുടെ ഒരു വമ്പൻ അഭ്യാസത്തിന് വേണ്ടിയാണ് ഈ ക്രമീകരണം എന്നാണ് ഔദ്യോഗിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷെ പാകിസ്ഥാൻ ഇതിനെ കാണുന്നത് മറ്റൊരു രീതിയിലാണ്. ഇന്ത്യ മറ്റൊരു യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് എന്നാണ് പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി പരസ്യമായി ആരോപിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ചു കാലമായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വലിയ അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് 2025 നടന്ന ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ ആ മിന്നൽ ആക്രമണം പാകിസ്ഥാൻ ഏൽപ്പിച്ച ആഘാതം ചെറുതല്ല. അന്ന് മുതൽ ഇന്ത്യ നടത്തുന്ന ഓരോ ചെറിയ മൂവ്മെന്റും പാകിസ്ഥാൻ വളരെ ഭയത്തോടെയാണ് നോക്കിക്കാണുന്നത്. ഇനി നമുക്ക് ഈ ഒരു നീക്കത്തിന്റെ ടെക്നിക്കൽ വശങ്ങളിലേക്കൊന്ന് നോക്കാം. സർക്രീക് മേഖലയോട് ചേർന്നുള്ള ഭാഗങ്ങളിലാണ് ഇന്ത്യ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഗുജറാത്തിനും പാകിസ്ഥാനിലെ സിന്ധിനും ഇടയിലുള്ള ഈ തർക്ക പ്രദേശം സ്ട്രാറ്റജിക്കായി വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തായ റഫേൽ, സുഖോയ് 30 MKI, തേജസ് തുടങ്ങിയ യുദ്ധവിമാനങ്ങൾ ഈ അഭ്യാസത്തിൽ പങ്കെടുക്കുമെന്നാണ് സൂചന. ഇനിയുള്ള ചോദ്യം ഇതാണ്: പാകിസ്ഥാൻ എന്തുകൊണ്ടാണ് ഇത്രയധികം ഈ ഒരു നീക്കത്തിൽ അല്ലെങ്കിൽ പൊതുവെ ടെൻഷൻ അടിക്കുന്നത്? അതിന് കൃത്യമായ കാരണമുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പാകിസ്ഥാൻ തങ്ങളുടെ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ വലിയ പ്രതിസന്ധികൾ നേരിടുകയാണ്. അവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഇന്ത്യ തങ്ങളുടെ പടിഞ്ഞാറൻ അതിർത്തിയിൽ ഇത്രയും വലിയൊരു എയർ ഡ്രിൽ പ്ലാൻ ചെയ്യുന്നത്. ഇന്ത്യ ഒരേ സമയം 2 വശങ്ങളിൽ നിന്നും തങ്ങളെ സമ്മർദ്ദത്തിലാക്കുമോ എന്ന ഭയത്തിലാണ് ഇസ്ലാമാബാദ്. പാക് പ്രസിഡന്റ് സർദാരി പറഞ്ഞത് ഇന്ത്യ യുദ്ധത്തിന്റെ പാത വെടിഞ്ഞ് ചർച്ചകൾക്ക് തയ്യാറാകണം എന്നാണ്. സത്യത്തിൽ ഇത് പാകിസ്ഥാന്റെ ഒരു പാനിക് മോഡാണെന്ന് ഡിഫൻസ് അനലിസ്റ്റുകൾ പറയുന്നുണ്ട്. കാരണം ഇന്ത്യ തങ്ങളുടെ ഡിഫൻസ് സിസ്റ്റം ഓരോ ദിവസവും കൂടുതൽ പവർഫുൾ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മാസം ബംഗാൾ ഉൾക്കടലിൽ ഇന്ത്യ നടത്തിയ മിസൈൽ പരീക്ഷണങ്ങളും നോർത്ത് ഈസ്റ്റ് അതിർത്തികളിൽ നടന്ന അതീവ രഹസ്യമായ സൈനികാഭ്യാസങ്ങളും നമ്മളൊന്ന് കൂട്ടി വായിക്കേണ്ടതുണ്ട്. ശരിക്കും ഇന്ത്യ തങ്ങളുടെ 2 ഫ്രണ്ട് വാർ തന്ത്രം പയറ്റുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഒരേ സമയം പാകിസ്ഥാനെയും ചൈനയും നേരിടാനുള്ള ഇന്ത്യയുടെ തയ്യാറെടുപ്പുകളുടെ ഭാഗമാണോ ഈ നീക്കങ്ങളെന്ന് പ്രതിരോധ വിദഗ്ധർ പോലും സംശയിക്കുന്നു. ശത്രു രാജ്യങ്ങളെ ഒരുപോലെ മുൾമുനയിൽ നിർത്താൻ ഭാരതം തങ്ങളുടെ പ്രതിരോധ കവചം കൂടുതൽ ശക്തമാക്കുകയാണ് എന്നതിന്റെ വ്യക്തമായ സൂചന തന്നെയാണിത്. ഏറ്റവും പുതിയ വാർത്തകൾ പ്രകാരം പാകിസ്ഥാൻ ഇതിനകം തന്നെ തങ്ങളുടെ കൂടുതൽ വിമാനങ്ങളും സൈനികരെയും അതിർത്തിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്ത്യയുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ അവർ സർവ്വസന്നാഹങ്ങളും ഒരുക്കിയിരിക്കുകയാണ്. എന്നാൽ ഇന്ത്യൻ മിലിറ്ററി വൃത്തങ്ങൾ പറയുന്നത് ഇത് തികച്ചും റുട്ടീനായ ഒരു എക്സസൈസ് മാത്രമാണ് എന്നാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഒരു കാര്യം ആലോചിക്കണം. കഴിഞ്ഞ ഏപ്രിലിൽ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയുടെ നിലപാട് വളരെ കർക്കശമാണ്. 0 ടോളറൻസ് ടു ടെററിസം എന്ന പോളിസിയിലാണ് മോദി സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു എക്സസൈസ് എന്നതിലുപരി ശത്രുക്കൾക്കുള്ള ഒരു സ്ട്രോങ് മെസ്സേജ് കൂടി ഇതിലുണ്ട്. ഇന്ത്യയുടെ ഈ നീക്കം ഏഷ്യയിലെ തന്നെ പവർ ബാലൻസിൽ വലിയ മാറ്റങ്ങൾ വരുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യയുടെ ഈ നീക്കം വെറും ഒരു മിലിറ്ററി എക്സസൈസ് ആണോ, അതോ പാകിസ്ഥാന്റെ നെഞ്ചെടുപ്പ് കൂട്ടാനുള്ള കൃത്യമായ പ്ലാനിംഗ് ആണോ? രാജസ്ഥാൻ മരുഭൂമിയിൽ ഉയരുന്ന ഈ പൊടി പടലങ്ങൾ ഇസ്ലാമാബാദിലെ ഭരണകൂടത്തെ അസ്വസ്ഥമാക്കുന്നുണ്ടെങ്കിൽ ഭാരതം നൽകുന്ന സന്ദേശം വളരെ വളരെ വ്യക്തമാണ്. ഇന്ത്യയെ തൊട്ട് കളിക്കണ്ട എന്ന ശത്രുക്കൾക്ക് നൽകുന്ന വ്യക്തമായ സന്ദേശം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.